എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്. അതായത് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്തോ ഒരു കുറവ്. എനിക്ക് ഇനിയും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മുന്നോട്ട് പോയി നേടാനുണ്ട്. എന്നാൽ എൻ്റെ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ക്യാൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവനും ഇതേ സംഭവം ഉണ്ടായി. ജീവിതത്തിൽ വളരെയധികം ബോറടിക്കുകയും ആകെ അസ്വസ്ഥമാവുകയും ചെയ്തു. ചെയ്യുന്ന ഒരു കാര്യങ്ങളും ശരിയാവുന്നില്ല. ജോലി ചെയ്യുന്നുണ്ട്, അതിൽ നല്ല സാലറിയും കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും അതുകൊണ്ടൊരു സന്തോഷം കിട്ടുന്നില്ല. വിവാഹശേഷം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭാര്യ എപ്പോഴും ബഹളവും ഉണ്ടാക്കും. വീട്ടിലെ ടെൻഷൻ കാരണം അവന് കുട്ടികളുണ്ടായപ്പോൾ കുട്ടികളും സ്കൂളിൽ വളരെ മോശം കുട്ടികളായി മാറി. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാന്റെ ലൈഫ് വളരെ മിസറബിളായി മാറി. ഈ ഒരു ചിന്ത അദ്ദേഹത്തിനെ ദിവസം തോറും ആകെ പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ക്യാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തന്റെ ചുറ്റുമുള്ളവരെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, തന്റെ ചുറ്റുമുള്ള എല്ലാവരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്നത്. ഫ്രണ്ട്സ്, നൈബേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവരും ഇതുപോലെയാണ് ജീവിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടും വലിയ കുഴപ്പം തോന്നുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ക്യാനിന് ഇങ്ങനെ ഒരു ജീവിതം ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ക്യാന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞത് എങ്ങനെയാണെന്നോ, ജിം എന്നൊരു വ്യക്തിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ജിം ക്യാന്റെ കുട്ടിയുടെ ഫുട്ബോൾ കോച്ചായിരുന്നു. ഒരിക്കൽ കുട്ടിയുടെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ക്യാൻ കോർട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടു തന്റെ കുട്ടി കളിക്കുന്ന ടീം നന്നായി പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ കോച്ച് ഉണ്ടല്ലോ, അദ്ദേഹവും എല്ലാവരിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയ പേഴ്സണാലിറ്റി ആയിരുന്നു. എന്നാൽ ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ക്യാൻ ജിമ്മിന്റെ അടുത്തേക്ക് പോയി കുറച്ചു നേരം സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഈ ടീം സാധാരണ രീതിയിലാണ് കളിച്ചിരുന്നത്. നിങ്ങളെ കാണാനും സാധാരണക്കാരനായിരുന്നു. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം മാറിയിരിക്കുന്നു. നിങ്ങളുടെ ടീം പോലും മുൻപുണ്ടായിരുന്ന പോലെയല്ല, ഇപ്പോൾ നല്ല പെർഫോം തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ജിം ക്യാനോട് പറഞ്ഞു, അതെ, കഴിഞ്ഞ വർഷം എന്റെ ജീവിതം നോർമൽ ആയിരുന്നു. ഞാൻ എന്റെ ലൈഫിലും കരിയറിലും ഒക്കെ ഇങ്ങനെ ഇഴഞ്ഞു പോവുമായിരുന്നു. എന്നാൽ അപ്പോഴും എനിക്ക് അറിയാമായിരുന്നു ഞാൻ ഇതിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യുമെന്ന്. എനിക്ക് ഒരു ഒളിമ്പിക്സ് കാണാൻ പോയ സമയത്ത് ഒരു റണ്ണിംഗ് കോമ്പറ്റീഷൻ കണ്ടപ്പോഴാണ് ഐഡിയ കിട്ടിയത്. ആ ഒരു ഒളിമ്പിക്സിൽ കാനഡ അമേരിക്കയെ 2.9 പോയിന്റിന് വിജയിച്ചു. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ചില വലിയ ടീമുകൾ ഈ പോയിന്റിൽ പോലുമല്ല, ഒരു പോയിന്റിനൊക്കെ പിന്നിലായി പോയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിപ്പോൾ നമ്മുടെ കരിയറിൽ എവിടെയാണോ നിൽക്കുന്നത്, എങ്ങനെയാണോ കരിയർ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ 1% ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ പെർഫോമൻസ് വളരെ അധികമായി മാറും. അതുപോലെ തന്നെ 1% ഇമ്പ്രൂവ്മെന്റ് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫ്, മുൻപ് വളരെ മോശമായിരുന്ന ലൈഫ്, നമുക്ക് കൂടുതൽ നല്ലതാക്കാൻ പറ്റും. ജിം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ക്യാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളെപ്പോലെ എന്റെ ജീവിതം ഞാൻ എങ്ങനെയാണ് മാറ്റുക എന്ന്. ആ സമയത്ത് ജിം ക്യാനിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ക്യാൻ വളരെ നന്നായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്തു. ക്യാൻ തന്റെ ജീവിതം വളരെയധികം ഉയർത്തിയെടുക്കുകയും ചെയ്തു. എന്നാൽ ക്യാനിന് ജിം അന്ന് എന്താണ് പറഞ്ഞു കൊടുത്തത്? ഇതൊരു ചെറിയ കഥയാണ്. ഇത് നിങ്ങൾക്ക് ടോം കാനലോന്റെ ബുക്കായ ദ 1% സൊല്യൂഷൻ ഫോർ വർക്ക് ആൻഡ് ലൈഫ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞുതരാം. ഈ ബുക്കിനെ ആസ്പദമാക്കിയിട്ട് ജിം ക്യാനിന് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം. ഈ റൂൾസ് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. സോ ലെറ്റ്സ് ബിഗിൻ. ജിം ക്യാനോട് ഫോളോ ചെയ്യാൻ പറഞ്ഞ ആദ്യത്തെ റൂൾ എന്തായിരുന്നു എന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങൾ നിങ്ങളുടെ വൈഫിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരാളോടല്ലാതെ മറ്റാരോടും പറയരുത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. അതായത് ഈ വർഷത്തിൽ ഞാൻ നേടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോളജ്, അത് സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു നോളജാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. എന്നാൽ ഈ സ്നേഹം എങ്ങനെയാണ് നിലനിർത്തുക? ചെറിയ ചെറിയ സംഭാഷണങ്ങളിലൂടെ പ്രണയബന്ധങ്ങളിലായാലും വിവാഹബന്ധങ്ങളിലായാലും നല്ലൊരു ബന്ധം രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ സ്നേഹം നിലനിർത്തുന്ന സംഭാഷണങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഒരു സ്നേഹബന്ധത്തിൽ സംഭാഷണം സ്വാധീനിക്കുന്നത്? സംഭാഷണം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്നേഹബന്ധത്തെ കെട്ടുറപ്പുള്ളതാക്കുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് ഹോൾഡ് മീ ടൈറ്റ് എന്ന പുസ്തകം. ഈ പുസ്തകം ഞാൻ ഈയിടെ കുക്കു FM-ൽ നിന്നും കേട്ടതാണ്. എനിക്ക് കിട്ടിയ ഓഡിയോ ബുക്കുകളിൽ വെച്ച് വളരെ പ്രസക്തമായൊരു പുസ്തകമായിട്ട് ഞാൻ ഇതിനെ പരിഗണിക്കുന്നു. ഒരു പ്രണയബന്ധത്തിലെ നിർണായക നിമിഷങ്ങൾ പകർത്തുന്ന 7 സംഭാഷണങ്ങൾ ഈ പുസ്തകത്തിലൂടെ രചയിതാവ് അവതരിപ്പിക്കുന്നു. സുരക്ഷിതവും ശാശ്വതവുമായ ഒരു ബന്ധം സൃഷ്ടിക്കുന്നതിന് ഈ നിമിഷങ്ങളെ എങ്ങനെ രൂപപ്പെടുത്താമെന്ന് ശ്രോതാക്കളായ നിങ്ങളോട് രചയിതാവ് നിർദ്ദേശിക്കുന്നു. ഈ കുക്കു FM-ൽ ഇതുപോലെ 50,000-ലധികം പുസ്തകങ്ങളുണ്ട്. അതും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പുസ്തകങ്ങളുണ്ട്. ഈ ഓഡിയോ ബുക്കുകൾ സമയമില്ലെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ, വായിക്കാൻ പോലും മടിയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് വളരെയധികം ഉപകരിക്കുന്നതുമാണ്. ഈ കുക്കു FM-ന്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് 399 രൂപയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർഷത്തേക്ക് 199 റുപ്പീസിന് കുക്കു FM-ന്റെ മെമ്പറാകാം. ഇത് ഫലത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസം 50 പൈസ മാത്രം ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ ഓഡിയോ ബുക്ക് ലൈബ്രറി തന്നെ സ്വന്തമാക്കുന്നതിന് തുല്യമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാ അറിവുകളും നൽകുന്ന ഒരു ഫ്രണ്ട് കൂടെ തന്നെ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് കുക്കു FM. സോ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം?
ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FM-ന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. ഒരു 1 ഇയർ മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങളുടെ അറിവും കോൺഫിഡൻസും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടുകൊണ്ടിരിക്കും. കം ബാക്ക് ടു ദ വീഡിയോ. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളോട് അത് ചെയ്ത് തീർക്കുമെന്ന് പ്രോമിസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം ജിം പറഞ്ഞു കൊടുത്തത്, 3 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് പോലെ നിങ്ങൾ ആരെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്ത ശേഷം ജിം ക്യാനിന് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ ഗ്രൂപ്പ് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പായിരുന്നു. കാർലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. ആ വ്യക്തിയെ പോയി കാണുവാൻ വേണ്ടി പറഞ്ഞു. ക്യാൻ കാർലോസിനെ കാണാൻ പോയി. ക്യാൻ കാണാൻ പോയ സമയത്ത് ക്യാൻ്റെ പോക്കറ്റിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതിലേക്ക് കാർലോസ് ശ്രദ്ധിച്ചു. കാർലോസ് ചോദിച്ചു, ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ക്യാൻ ആ നോട്ട്ബുക്ക് എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ക്യാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ജയിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ബെറ്ററായി പെർഫോം ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് ക്യാൻ പറഞ്ഞ കാര്യം, വിജയത്തിലും തോൽവിയിലും ചിലപ്പോൾ 1% വ്യത്യാസമാണ് ഉണ്ടാവാറുള്ളത്. മൂന്നാമത്തെ കാര്യം, എല്ലാ മനുഷ്യരും നല്ലവരായിരിക്കണമെന്നില്ല, പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള 100 പേരിൽ ഒരാളാകാതെ 100 പേരേക്കാൾ ബെറ്ററായ ഒരാളാകാൻ നമുക്ക് പറ്റും. ക്യാൻ്റെ ഈ കാര്യങ്ങൾ കേട്ടിട്ട് കാർലോസിന് വളരെ സന്തോഷമുണ്ടായി. ക്യാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എനിക്ക് ചെയ്യാനേ താല്പര്യമില്ല. എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. അപ്പോൾ കാർലോസ് പറഞ്ഞു, നിനക്ക് മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് നീ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഒരിക്കലും സന്തോഷിക്കുവാൻ സാധ്യതയേയില്ല. നിന്റെ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടാക്കൂ. അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ മോട്ടിവേറ്റഡ് ആകും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കൂ. എന്നിട്ട് മോട്ടിവേഷൻ ഇല്ലെങ്കിലും കാര്യം ചെയ്യൂ. കാർലോസ് തന്റെ കഥ പറഞ്ഞുകൊണ്ട് ക്യാനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. കുറച്ചു കാലം മുമ്പ് പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിലൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും അത് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞാനൊന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. എവിടെയും പ്രസന്റേഷൻ അവതരിപ്പിക്കുവാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ കൈവക്കില്ലായിരുന്നു. എന്നാൽ ഒരിക്കൽ എന്റെ ബോസ് ഒരു സെയിൽസ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം എനിക്ക് തന്നു. ആ ടീമിലുള്ള എല്ലാവർക്കും ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷമാണ് എൻ്റെ ഉള്ളിൽ ആ ആനന്ദമുണ്ടായത്. അതിനുശേഷം മറ്റുള്ളവർക്ക് ഈ ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി. ഞാൻ പിന്നെ പ്രസന്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി. നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ചെറിയ ചേഞ്ചുകൾ കൊണ്ടുവരൂ. അവസാനം നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടും. എന്നാൽ നിങ്ങൾ ആ മോട്ടിവേഷനെ കുറിച്ച് ചിന്തിച്ചിട്ട് സദാ മോട്ടിവേറ്റ് ആയി വർക്ക് ചെയ്യൂ. കാർലോസിനെ മീറ്റ് ചെയ്തതിനു ശേഷം ടീമിലെ മറ്റൊരു മെമ്പറായ പാറ്റിനെ കാണണമായിരുന്നു. പാറ്റ് ഒരു ഫിസിക്സ് ടീച്ചറായിരുന്നു. അവർ ക്യാനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലത്തിനകം എന്താണ് പഠിച്ചത്? ക്യാൻ അവർക്ക് നോട്ട്ബുക്ക് കാണിച്ചു കൊടുത്തു. അവർ ആ നോട്ട്ബുക്ക് വാങ്ങി പരിശോധിച്ച ശേഷം ആ നോട്ട്ബുക്കിൽ കുറച്ച് കാര്യം കൂടെ ആഡ് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. നമ്പർ 1, തന്റെ ജോലി ബെറ്റർ ആക്കി മാറ്റുവാൻ വേണ്ടി ജോലിയിൽ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കൂ. നമ്പർ 2, എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്ത് ശീലിക്കുമ്പോൾ ആദ്യം ചെറിയ ഗോളുകൾ വെച്ച് ശീലിക്കൂ. അങ്ങനെയെങ്കിൽ ഗോള് നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ശീലം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്പർ 3, തന്റെ വർക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത്, വേഗം ക്ലിയർ ചെയ്യൂ. നമ്പർ 4, ദിവസവും തന്റെ ഗോളിന്റെ സമീപത്തേക്ക് ഒരു ഇത്തിരിയെങ്കിലും അടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും കുറച്ച് ചെയ്യൂ. ഇതെല്ലാം കുറച്ച് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം ന്യൂട്ടന്റെ ആദ്യത്തെ ലോ ആയ ദ ലോ ഓഫ് മോഷൻ പഠിപ്പിച്ചു കൊടുത്തു. ഇളകാതെ നിൽക്കുന്ന ഒരു വസ്തുവിന്റെ മേൽ നമ്മളൊരു പുറമേ നിന്നുള്ള ഫോഴ്സ് കൊടുക്കുന്നത് വരയ്ക്കും അത് ഇളകാതെ തന്നെയാണ് നിൽക്കുക. എന്നാൽ നമ്മൾ അതിന്റെ മേലെ കുറച്ച് ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെയായിരിക്കും, നമ്മൾ എവിടെയോ സ്റ്റെക്കായി നിൽക്കും. ഏതുവരെ നമ്മൾ സ്റ്റെക്കായി നിൽക്കും? നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു സൊല്യൂഷൻ കിട്ടുന്നത് വരയ്ക്കും നമ്മൾ സ്റ്റെക്കായി നിൽക്കും. ഒരു തവണ നമ്മൾ മൂവ് ആവാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ സ്റ്റെക്കായി പോകും. അങ്ങനെ സ്റ്റെക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് കാര്യം ചെയ്യുന്നതും കഷ്ടമായി മാറും. എന്നാൽ ഒരിക്കൽ നമ്മൾ നമ്മളുടെ ജോലിയെ ഒന്ന് സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ പിന്നെ അത് ആ സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ക്യാൻ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. കുറച്ചു കാലത്തിനകം അതിന്റെയൊക്കെ റിസൾട്ടും കാണുവാൻ തുടങ്ങി. അടുത്തത് ഗ്രൂപ്പിലെ മറ്റൊരു മെമ്പർ ബോബിനെ കാണുവാൻ വേണ്ടി ക്യാൻ പോയി. ബോബ് ഒരു പ്രശസ്തനായ ബിസിനസ്മാൻ ആയിരുന്നു. എല്ലാവരെയും പോലെ അദ്ദേഹം ക്യാനിനോട് ചോദിച്ചു, നീ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന്. ക്യാൻ തന്റെ ജീവിതത്തിന്റെ ജേണിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട ശേഷം ബോബ് ക്യാനിനോട് കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ക്യാനിന് 10,000 മണിക്കൂറിന്റെ ഒരു റൂളിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് മാസ്റ്ററായി മാറണമെന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ ഒരു എക്സ്പേർട്ടായി മാറണമെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും 10,000 മണിക്കൂറിൽ അതിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതും പൂർണ്ണമായ ആത്മാർത്ഥതയോടെ. നിങ്ങൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുത്താലും 10,000 മണിക്കൂർ അതിൽ നിങ്ങൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ അതിൽ മാസ്റ്ററായി മാറും. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മാർക്ക് സക്കർബർഗിനെ അറിയാം. ടീനേജ് പ്രായത്തിൽ തന്നെ ഫേസ്ബുക്ക് കമ്പനി തുറന്ന ആളാണ് അദ്ദേഹം. എന്നാൽ ആരും തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി എക്സ്പെർട്ട് ആകുവാൻ വേണ്ടി ഒരു 10,000 മണിക്കൂർ അതിനുവേണ്ടി ചെലവാക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പൊ നിങ്ങളോട് തന്നെ 10,000 മണിക്കൂറിന്റെ കണക്ക് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് കുറച്ച് അധികമായി തോന്നുന്നില്ലേ? അപ്പോൾ ക്യാൻ പറഞ്ഞു, അല്ലാതെ പിന്നെ 10,000 മണിക്കൂർ ഒരു കാര്യത്തിന് വേണ്ടി ചെലവാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ക്യാൻ ഈ കാര്യം പൂർണ്ണമായിട്ട് നിരാകരിച്ചു. ഗ്രൂപ്പിലെ അടുത്ത മെമ്പറിനെ കാണാൻ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ഇതുവരെ എന്താണോ തന്റെ ജീവിതത്തിൽ പഠിച്ചത് അത് മാത്രം ഫോളോ ചെയ്തിട്ട് ക്യാൻ മുന്നോട്ട് പോയി.
ഇതറിഞ്ഞ ജിം ക്യാനെ ഫോൺ വിളിച്ചു. എന്നിട്ട് സംസാരിച്ചു, ക്യാൻ, നീ നിന്റെ യാത്ര പകുതിയിൽ വെച്ച് നിർത്തരുത്. നീ ഈ ഗ്രൂപ്പിലെ അടുത്തൊരു മെമ്പറിനെ കാണുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഒരുപാട് സംസാരിച്ചതിന് ശേഷം ക്യാൻ അതിന് തയ്യാറായി. ക്രിസിനെയാണ് കാണേണ്ടിയിരുന്നത്. ക്രിസ് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ക്രിസിനെ കാണാൻ വേണ്ടി ക്യാൻ പോകുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരെന്താണാവോ എനിക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് എന്നായിരുന്നു ടെൻഷൻ. എന്നാൽ ക്രിസിനെ കാണാൻ പോയ സമയത്ത് ക്രിസ് അദ്ദേഹത്തിനോട് ഒന്നും പറഞ്ഞില്ല. ക്രിസ് പറഞ്ഞു, എനിക്കറിയാം ആര് ഈ 10,000 മണിക്കൂറിന്റെ കണക്ക് കേട്ടാലും ഇതേപോലെ തന്നെയാണ് റിയാക്ട് ചെയ്യുക. 10,000 മണിക്കൂർ പ്രവർത്തിക്കണമെന്ന് കേൾക്കുമ്പോൾ 100 തവണ അതിനെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവൃത്തി തുടങ്ങൂ. അത് എക്സർസൈസ് ചെയ്യുന്നതാവട്ടെ, സ്കില്ലുകൾ പഠിക്കുന്നതാവട്ടെ, റീഡിംഗ് ആവട്ടെ, നിങ്ങൾ അത് 1-2 ആഴ്ചകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളിത് ചെയ്തുകൊണ്ടേയിരുന്നാൽ ജീവിതത്തിൽ 1% ഇംപ്രൂവ്മെന്റ് എങ്കിലും നിങ്ങൾക്കുണ്ടാകും. ഈ 1% ഇംപ്രൂവ്മെന്റ് ഉണ്ടായാൽ അതിലൂടെ മോട്ടിവേഷൻ ഉണ്ടായിട്ട് നിങ്ങൾ കൂടുതൽ ചെയ്യും. ഇങ്ങനെ 1% ഇംപ്രൂവ്മെന്റ് ഉണ്ടായി അത് വലിയൊരു ചെയിനായി മാറും. ക്യാൻ പിന്നീട് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രാക്ടീസുകൾ ചെയ്തു, പക്ഷെ ചെയ്യുന്നത് കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരിക്കൽ 10,000 മണിക്കൂർ ആവും എന്ന് വിചാരിച്ച് ചെയ്യാൻ തുടങ്ങി. ക്രിസിനെ കണ്ടതിന് ശേഷമാണ് ക്യാനിന് ഇതിന്റെ മഹത്വം വളരെ മനസ്സിലായത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ക്യാൻ തന്റെ കരിയർ, സെൽഫ് പ്രോഗ്രസ്, ഫാമിലിയുടെ പ്രോഗ്രസ് എല്ലാം ഉണ്ടാക്കിയെടുത്തു. ഫ്രണ്ട്സ്, നിങ്ങൾക്കും വേണമെങ്കിൽ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. ക്യാൻ ചെയ്തതുപോലെ 1% സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ട് ചെറിയ ചെറിയ പുരോഗമനങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു കാര്യം നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദ 1% സൊല്യൂഷൻ ഫോർ വർക്ക് ആൻഡ് ലൈഫ് എന്ന പുസ്തകത്തിൽ നിന്നാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ബുക്ക് സമ്മറി ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പറയണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ, ബൈ.